ഹലോ മക്കളുമാരെ, നമുക്ക് കൊഞ്ച് തീയൽ വെച്ചാലോ? കൊഞ്ച് കിട്ടുമ്പോൾ എല്ലാവരും ഒരു കൊഞ്ച് തീയലൊക്കെ വെച്ച് കഴിക്കാൻ ശ്രമിക്കുക. പണ്ടുള്ളവരൊക്കെ കൊഞ്ച് തീയൽ വെക്കുന്നത് ഇതേ രീതിയിലാണ്. ഞാൻ വയ്ക്കുന്ന പണ്ടുള്ളവർ വയ്ക്കുന്ന അതേ രീതിയിലാണ് ഞാൻ ഇന്ന് തീയൽ വയ്ക്കാൻ പോകുന്നത്. ഇപ്പോൾ കൊഞ്ചെല്ലാം റെഡിയാക്കി പിച്ചി എല്ലാം കഴുകി വൃത്തിയാക്കി ഞാൻ കൊണ്ടുവച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് തേങ്ങ എടുക്കാം. തേങ്ങ എന്ന് പറഞ്ഞാൽ ഞാൻ ചെറിയ പീരയായിട്ട് ഒരേ അളവിൽ വേണം നമ്മൾ തേങ്ങ തിരുകി എടുക്കാൻ. ഒരേ അളവിൽ തിരുകി എടുക്കുമ്പോൾ മാത്രമേ നമ്മൾ വറക്കുമ്പം അതേപോലെ നമുക്ക് തേങ്ങ കിട്ടത്തുള്ളൂ, ഒരുപോലെ മൊരിഞ്ഞ് വരത്തുള്ളൂ. അല്ലെങ്കിൽ പല രീതിയിലാവും, നമ്മൾ അരയ്ക്കുമ്പം അത് വ്യത്യാസങ്ങൾ വരും. അപ്പോൾ ഇങ്ങനെ ചെറിയ പീരയായിട്ട് തിരുങ്ങുമ്പോൾ നല്ല സൂപ്പറായിട്ട് മൊരിഞ്ഞ് വരും ഒരേ അളവിൽ. എന്നിട്ട് അതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ വലിയ ജീരകമാണ് ഇട്ട് കൊടുക്കുന്നു, പെരിഞ്ജീരകം എന്ന് പറയും. അത് ഇട്ട് കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ മസാലപ്പൊടികളൊന്നും അല്ല ചേർക്കുന്നത്. ഞാൻ പൊടിക്കാത്ത ആയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ 1.5 സ്പൂണ് പെരിഞ്ജീരകം ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് പറഞ്ഞാൽ ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി. 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടിയുടെ ആവശ്യമുള്ളൂ. നമ്മൾ പിന്നെ അതിലേക്ക് മഞ്ഞൾപ്പൊടിയുടെ ആവശ്യങ്ങളില്ല. പിന്നെ ഇട്ട് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലേക്ക് ഒരു 10 കൊച്ചുള്ളി ചെറുതായിട്ട് അരിഞ്ഞ് അതും കൂടെ അതിനകത്ത് ഇട്ട് കൊടുക്കുക. കൊച്ചുള്ളിയൊക്കെ ഇട്ട് അരിഞ്ഞ് മൊരിഞ്ഞ് വരുമ്പോൾ ആ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. എന്നിട്ട് ഒരു 1/4 സ്പൂണ് കുരുമുളക് ഇട്ടതിന് ശേഷം ഞാൻ 2 ഗ്രാമ്പൂ അതിലേക്ക് ഇട്ടു. നല്ലൊരു ഫ്ലേവറും നല്ലൊരു മണവും, നല്ല തീയലിന് നല്ല മണവും കിട്ടും നമ്മൾ 2 ഗ്രാമ്പും കൂടെ അതിനകത്ത് ഇട്ട് കൊടുക്കുമ്പോൾ. എന്നിട്ട് അതിനകത്തേക്ക് ഞാൻ ഒരു തണ്ട് വേപ്പില കൂടെ ഇട്ട് കൊടുക്കും. ഇട്ട് കൊടുത്ത് ഇതെല്ലാം കൂടെ നല്ല രീതിയിൽ വറുത്ത് ഒരേ രീതിയിൽ തീ കുറച്ച് വെച്ച് വേണം വറക്കാൻ. തീ കൂട്ടി വെച്ച് വറുത്ത് കഴിഞ്ഞാൽ പല അളവിലായി പോകും, അപ്പം കരിഞ്ഞ ചുവ വരും. അതുകൊണ്ട് ചെറിയ തീയെ വെച്ച് നമ്മൾ സമയം എടുത്ത് വേണം ഇത് വറുത്തെടുക്കാൻ. അപ്പോൾ അതെല്ലാം വറുത്ത് നല്ല റെഡിയാക്കി കൊണ്ടുവന്നതിന് ശേഷം അത് മാറ്റി വയ്ക്കുക. അത് എല്ലാം ആറി അവിടെ പയ്യെ ഇരുന്ന് ആറി തണുത്ത് എങ്കിൽ മാത്രമല്ലേ നമുക്ക് മിക്സിയിൽ അരയ്ക്കാനൊക്കത്തുള്ളൂ. അതുകൊണ്ട് അത് നല്ല രീതിയിൽ തണുക്കണം. ഈ അളവ് ഇതിലേക്കാട്ടി ഇതെന്ന് വെച്ചാൽ ഇരുമ്പിയാട്ടി ആയതുകൊണ്ട് ഇച്ചിരി കൂടെ ഇരുന്ന് കഴിയുമ്പോൾ ഇച്ചിരി കൂടെ ബ്രൗൺ കളറാവും, അല്ലെങ്കിൽ കരിഞ്ഞ ചുവ വരും. അപ്പോൾ ഇത് അവിടെ ഇരുന്ന് നല്ല രീതിയിൽ മൂത്ത് തണുത്തെല്ലാം റെഡിയായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് പച്ചക്കറി എല്ലാം റെഡിയാക്കി കൊണ്ടുവരാം. പച്ചക്കറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നമുക്ക് ഇഷ്ടമുള്ള പച്ചക്കറി ഏത് വേണമെങ്കിലും എടുക്കാം. ഞാൻ എടുത്തേക്കുന്നത് ഉരുളൻകിഴങ്ങും സവാളയും കൊച്ചുള്ളിയും 2-3 എരിക്ക് ആവശ്യമുള്ള പച്ചമുളകും അതിലേക്ക് ഇട്ട് കൊടുത്ത് അത് ലേശം എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്ത് അതൊന്ന് വാടുക. അത് നല്ല രീതിയിലൊന്ന് വാടണം. വാടിക്കഴിഞ്ഞിട്ട് മാത്രമേ നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കണം. മുരിങ്ങയ്ക്ക ചേർത്ത് കൊടുക്കും. മുരിങ്ങയ്ക്ക ചേർത്ത് കൊടുക്കുന്ന പറഞ്ഞാൽ നല്ല കൊഞ്ചിന് മുരിങ്ങയ്ക്ക ചേർക്കുമ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റാണ്. 2 മുരിങ്ങയ്ക്ക അതിലേക്ക് ഇട്ട് കൊടുക്കുക. മുരിങ്ങയ്ക്ക ഇട്ട് അതെല്ലാം ഒന്ന് വാടിക്കഴിയുമ്പോഴത്തേക്ക് അതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് പറഞ്ഞാൽ തക്കാളി. മുരിങ്ങയ്ക്ക ഒരു ശകലം വെന്തിട്ട് മാത്രമേ തക്കാളി ഇടാവൂ, അല്ലെങ്കിൽ മുരിങ്ങയ്ക്ക അതുപോലെ തന്നെ കിടക്കും, വലുതായിട്ട് വേവത്തില്ല. എന്നിട്ട് അതിലേക്ക് ഞാൻ നമുക്ക് പുളിക്ക് ആവശ്യമുള്ള പിന്നെ നമുക്ക് ലേശം വളംപുളിയും കൂടെ പിഴിഞ്ഞൊഴിക്കാം. ഇപ്പം ഞാൻ അതിന് ആവശ്യമുള്ള 2 തക്കാളി എടുത്തിട്ടുണ്ട്. അത് ചെറുതായിട്ട് അരിഞ്ഞ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി കൊണ്ടുവച്ച കൊഞ്ചും കൂടെ അതിലേക്ക് ഇട്ടതിന് ശേഷം ഉപ്പും ഇട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മളത് മൂടി വെച്ച് നല്ലോണം വേവിക്കുക. അത് മൂടി വെച്ച് നല്ലോണം വേവുമ്പോഴത്തേക്ക് നമുക്ക് അരപ്പെല്ലാം അരച്ച് കൊണ്ടുവരണം. മിക്സിയുടെ ജാറിലിട്ടതിന് ശേഷം നമ്മൾ നേരത്തെ വറുത്ത് വെച്ചത് അത് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അരയണം. നല്ല പേസ്റ്റ് രൂപത്തിൽ വെള്ളം തൊടാതെ അരച്ച് കൊണ്ടുവന്ന് അതിലേക്ക് ഒഴിച്ച് ഇളക്കി യോജിപ്പിച്ച് നമുക്ക് എടുക്കാം. നല്ല സൂപ്പർ ടേസ്റ്റാണ്. പണ്ടുള്ളവരെല്ലാം തീയൽ വെക്കുന്നത് ഇങ്ങനെയൊക്കെയാണ് വെക്കുന്നത്. ഇന്നെന്ന് പറഞ്ഞാൽ മുളക് പൊടിയൊക്കെ ചേർത്ത് അങ്ങ് വെക്കും, പിന്നെ തേങ്ങ ഒക്കെ അരച്ച് വെക്കും. പക്ഷേ ഇതുപോലെ വെക്കുന്ന തീയലിനൊരു പ്രത്യേകത, ഇത് 2 ദിവസം ഇരുന്നാലും ചീത്തയാകത്തില്ല. നമ്മൾ വെള്ളം ചേർക്കാതാണല്ല ഇത് അരച്ചെടുക്കുന്നത്. എന്നിട്ട് നല്ല രീതിയിൽ എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക, പിന്നെ എനിക്ക് വേണ്ടി ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക. ഇങ്ങനെയൊക്കെയാണ് ഞാൻ തീയൽ വെക്കുന്നത്. ഇങ്ങനെ എല്ലാവരും വെച്ച് കഴിക്കാൻ ശ്രമിക്കണം. പണ്ടുള്ള രീതിയിലുള്ള തീയലുകളാണ് ഇത്. 3 ദിവസം 4 ദിവസം ഇരുന്നാലും ഇത് ചീത്തയാകത്തില്ല, നല്ല സൂപ്പർ ടേസ്റ്റാണ്.
അപ്പോൾ എല്ലാവരും കൊഞ്ച് കിട്ടുമ്പോൾ കൊച്ചു കൊഞ്ച് നമുക്ക് നല്ലത് തീയൽ വെക്കാൻ. വലിയത് നല്ലതാണ്. കൊച്ചു കൊഞ്ചാകുമ്പോൾ നമുക്ക് തീയൽ വെക്കുമ്പോൾ ഒരു നല്ല എല്ലാ കൊഞ്ച് തോനെ കാണുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ. എല്ലാവർക്കും